കൈനറ്റിക്സിലെ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് നേരിട്ട് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുകളിലേക്ക് പോവുകയാണ്. അതിലാദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കൊളീഷൻ തിയറിയെക്കുറിച്ചാണ്. റേറ്റ് കോൺസ്റ്റൻസ്, റേറ്റ് കണ്ടുപിടിക്കാനുള്ള പല തിയറീസിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള തിയറിയാണ് കൊളീഷൻ തിയറി. അതിനു മുൻപ് എന്തുകൊണ്ടാണ് റേറ്റ് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ റേറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മൾ നോക്കണം. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നതിന് പല ഉപകാരങ്ങളുണ്ട്. ദ സ്റ്റഡി ഓഫ് റിയാക്ഷൻ റേറ്റ്സ് ഹെൽപ്സ് ടു ഗെറ്റ് എ ക്ലിയർ ഐഡിയ ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ഹൗ ഫാസ്റ്റ് ഡസ് എ റിയാക്ഷൻ പ്രൊസീഡ്സ് ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. എത്ര സ്പീഡിലാണ് റിയാക്ഷൻ നടക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ആ റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്പീഡ് അറിയേണ്ട ആവശ്യകത ഉള്ളതെന്ന്. ചിലപ്പോൾ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പീഡ് കൂട്ടേണ്ടി വരും. ദെൻ റേറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ചേഞ്ച് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻറ്റ് ഓർ എ പ്രോഡക്റ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അത് നമ്മുടെ റേറ്റിൻ്റെ ബേസിക് ഡെഫിനിഷനാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു റേറ്റ് എന്താണെന്നുള്ളതിന്. അപ്പോൾ റേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ വേരി ചെയ്യുന്നതിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ റിയാക്റ്റൻ്റെ ടേംസിൽ വേണമെങ്കിൽ നമുക്ക് റേറ്റ് പറയാം, പ്രോഡക്റ്റിൻ്റെ ടേംസിൽ വേണമെങ്കിലും റേറ്റ് പറയാനായിട്ട് സാധിക്കും. Then, the study of rate yields information on the mechanism by which a reaction occurs at molecular level. So, reaction മെക്കാനിസത്തെക്കുറിച്ച് റേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെങ്ങനെയായിരിക്കും? ഉദാഹരണത്തിന് നമ്മൾ ഒരു റിയാക്ഷനെ പഠിക്കുന്നു. ആ റിയാക്ഷൻസിന് പലതരത്തിലുള്ള ഇൻ്റർമീഡിയേറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു അയണിക് ഇൻ്റർമീഡിയേറ്റ്, ഒരു കാർബോകാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയോൺ അല്ലെങ്കിൽ അയണിക് സിസ്റ്റമാണ് ഇൻ്റർമീഡിയേറ്റ് എങ്കിൽ നമ്മൾ ആ റിയാക്ഷൻ ഒരു പർട്ടിക്കുലർ സോൾവെൻറ്റിൽ നടത്തുന്നു. അപ്പോൾ പോളാർ സോൾവെൻറ്റിൽ നടത്തിയാലും നോൺ പോളാർ സോൾവെൻറ്റ് നടത്തിയാലും അയോണിക് സ്പീഷീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും, റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിൻ്റെ അകത്ത് അയോണിക് സ്പീഷീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മെക്കാനിസത്തെക്കുറിച്ച് റേറ്റ് കൃത്യമായി കണ്ടുപിടിക്കുകയും എന്തൊക്കെ ഫാക്ടേഴ്സാണ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ. സോ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പല തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ബേസിക് ഐഡിയാസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുമാണ്. അതിൽ ഏറ്റവും ആദ്യം പ്രപ്പോസ് ചെയ്ത പ്രധാനപ്പെട്ട തിയറി അരീനിയസ് തിയറിയാണ്. അതിന് മുമ്പും ചില ഹൈപ്പോത്തിസിസുകളും കൺസെപ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. റേഡിയേഷൻ ഹൈപ്പോത്തിസിസ് പോലെയുള്ള ചില ഐഡിയാസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റേഡിയേഷൻ ഹൈപ്പോത്തിസിസ്. ഇല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക എന്താണ് അതെന്ന്. ഈ പ്രിമിറ്റീവ് സ്റ്റേജസിൽ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റേറ്റിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തിയറിയാണ്. പക്ഷേ ഒരു ക്ലിയർ ഫോമിൽ നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് എക്സ്പ്ലനേഷൻ തന്ന ആദ്യത്തെ തിയറി അരീനിയസ് തിയറിയാണ്. രണ്ടാമത്തേത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കൊളീഷൻ തിയറി. 3 ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. ഇത് മറ്റൊരു രീതിയിലും അറിയപ്പെടാറുണ്ട്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി അല്ല ആക്ടിവേഷൻ കോംപ്ലക്സ് തിയറി എന്നൊക്കെ പറയാറുണ്ട്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡൈനാമിക്സ്, സിമുലേഷൻ ആൻഡ് കമ്പ്യൂട്ടേഷണൽ മോഡൽസ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ തിയറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മാത്തമാറ്റിക്സ് വെച്ച് പേപ്പറിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. വി ഹാവ് കമ്പ്യൂട്ടേഷണൽ മോഡൽസ് ആൻഡ് പ്രോഗ്രാംസ്. ഒരു റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും പാരാമീറ്റേഴ്സും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നൗ വി ഹാവ് ഗോട്ട് സിമുലേഷൻസ്. സോ ഇത്തരം 4 തിയറീസ്. അപ്പോൾ നാലാമത്തേത് ഒരു സിംപിൾ തിയറിയോ കൺസെപ്റ്റോ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഐഡിയാസാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ അരീനിയസ് തിയറി റിയാക്ഷൻ റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ആക്ടിവേഷൻ എനർജി എന്നുള്ള കൺസെപ്റ്റൊക്കെ അരീനിയസ് കൊണ്ടുവന്നിരുന്നു. ആക്ടിവേഷൻ എനർജി എന്താണെന്ന് നോക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. അരീനിയസ് തിയറി അനുസരിച്ചുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് ഇക്വേഷനും നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ വി ഹാവ് ഗോട്ട് ദ കൊളീഷൻ തിയറി. നമുക്ക് പഠിക്കാനുള്ള കൊളീഷൻ തിയറി. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ആണെങ്കിലോ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്.
സോ ബേസിക് ഐഡിയ ആയിട്ട് ഇപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. കൊളീഷൻ തിയറിയിൽ പ്രധാനമായിട്ടും ക്ലാസിക്കൽ അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിൽ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. ഇനി നമുക്ക് കൊളീഷൻ തിയറിയിലേക്ക് നേരിട്ട് പോകാം. തിയറി ഇത്രേ പറയുന്നുള്ളൂ. പ്രോഡക്ട്സ് ആർ ഫോംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഓൺലി വെൻ ദ റിയാക്റ്റൻ മോളിക്യൂൾസ് കം ക്ലോസ് ആൻഡ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. റിയാക്റ്റൻ മോളിക്യൂൾസ് അടുത്തേക്ക് വരികയും വന്ന് തമ്മിൽ ഇടിക്കുകയും ചെയ്താൽ മാത്രമേ പ്രോഡക്ട്സ് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് കൊളീഷൻ തിയറിയുടെ ബേസിക് ഐഡിയ. സോ നമുക്ക് പറയാം എ ബി സി എന്ന് പറഞ്ഞ് 3 റിയാക്റ്റൻസ് കൊളൈഡ് ചെയ്യുന്നു. സോ വി ഹാവ് ഗോട്ട് ദ പ്രോഡക്ട്സ്. ഇതാണ് കൊളീഷൻ തിയറി പറയുന്നത്. ദെൻ എല്ലാ കൊളീഷൻസും പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. ഓൺലി എഫക്റ്റീവ് കൊളീഷൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ്. അപ്പം എന്താണ് ഈ എഫക്റ്റീവ് കൊളീഷൻസ്? ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കൊളീഷൻസിനെയാണ് നമ്മൾ എഫക്റ്റീവ് കൊളീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ദ കൊളീഷൻസ് ഷുഡ് സാറ്റിസ്ഫൈ ദ ക്രൈറ്റീരിയ ഓഫ് എനർജി ഓഫ് ആക്ടിവേഷൻ. ആക്ടിവേഷൻ എനർജി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ട ഒരു മിനിമം എനർജി, റിയാക്റ്റൻസ് പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഗ്രാഫൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു മിനിമം എനർജി വേണം. അപ്പം ഈ മിനിമം എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്ന കൊളീഷൻസ് മാത്രമേ പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ആവുള്ളൂ. ദെൻ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ ക്രൈറ്റീരിയ ഓഫ് സ്പെസിഫിക് ഓറിയൻറ്റേഷൻ. ചുമ്മാ തോന്നിയ പോലെ വന്ന് ഇടിച്ചാലൊന്നും പ്രോഡക്റ്റ് ഉണ്ടാവില്ല. സർട്ടൻ സ്പെസിഫിക് ഓറിയൻറ്റേഷനിൽ വന്ന് ഇടിച്ചാൽ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാണ് 2 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, എന്താണ് ഈ ക്രൈറ്റീരിയ എന്നും. സോ അതിൽ നമുക്ക് ആദ്യം മിനിമം എനർജി ക്രൈറ്റീരിയ നോക്കാം. കൊളീഷൻസ് മസ്റ്റ് ഹാവ് എ മിനിമം എഫക്റ്റീവ് എനർജി. എന്തിനു വേണ്ടി? പ്രോഡക്റ്റായിട്ട് മാറണമെങ്കിൽ. സോ ഈ പിക്ചർ നോക്കുക. കൊളീഷൻസ് നടക്കുന്നുണ്ട്, പക്ഷേ ആക്ടിവേഷൻ എനർജി ഓവർകം ചെയ്യാവുന്ന രീതിയിൽ എനർജി അവിടെ ഉണ്ടാവുന്നില്ല, മോളിക്കുലാർ കൊളീഷൻസിൽ ഉണ്ടാവുന്നില്ല. സോ ദർ വിൽ ബി നോ പ്രോഡക്ട്സ്. ബട്ട് ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ദ റിയാക്റ്റൻസ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ റിയാക്റ്റൻസിൽ നിന്ന് ആക്ടിവേഷൻ എനർജിയിലേക്ക് പ്രോഡക്റ്റ് വരുന്നു ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, കാരണം റിയാക്റ്റൻറ്റിനേക്കാൾ എനർജറ്റിക്കലി താഴെയാണ് പ്രോഡക്റ്റ് നിൽക്കുന്നത്. സോ എനർജി വിൽ ബി റിലീസ്ഡ്. അപ്പോൾ ഈ രീതിയിൽ ഒരു മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഡക്റ്റായിട്ട് നമ്മുടെ കൊളീഷൻ കൺവേർട്ടഡ് ആവുള്ളൂ. സോ പ്രോഡക്ട്സ് വിൽ ബി ഫോംഡ് ഇൻ ദിസ് കേസ്. ദെൻ രണ്ടാമത്തെ ക്രൈറ്റീരിയ ഇതാണ്. മോളിക്യൂൾസ് മസ്റ്റ് കൊളൈഡ് വിത്ത് സ്പെസിഫിക് ഓറിയൻറ്റേഷൻ. ഇത് നോക്കുക, കൊളീഷൻസ് നടക്കുന്നുണ്ട്. അതിൽ എല്ലാ കൊളീഷൻസ് ഒന്നും പ്രോഡക്റ്റായിട്ട് മാറുന്നില്ല. ബട്ട് സർട്ടൻ സ്പെസിഫിക് ഓറിയൻറ്റേഷൻസ്, കൃത്യമായി ആ ബോണ്ട് ഫോർമേഷൻ നടക്കാൻ സാധ്യതയുള്ള കേസിൽ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലൊന്നും കിട്ടുന്നില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടി. സോ അതിൻ്റെ എക്സാമ്പിൾ CO+O2 ഗിവിങ് CO2 ഫോർമേഷൻ. കാർബൺ മോണോക്സൈഡും ഓക്സിജനും കൂടെ ചേരുന്നു. സോ സിയും ഓയും തമ്മിൽ ബോണ്ടഡ് കാർബൺ മോണോക്സൈഡാണ്. ഓക്സിജനും തമ്മിൽ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ നോ റിയാക്ഷൻ. ദെൻ ബട്ട് കാർബണും ഓക്സിജനും തമ്മിൽ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് CO2 ഫോർമേഷൻ കിട്ടും. സോ ഇതൊരു റെപ്രസെൻറ്റേറ്റീവാണ്. ആക്ച്വൽ റിയാക്ഷൻ ഇങ്ങനെയല്ല ക്ലിയർ ആയിട്ട് നടക്കുന്നത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഓക്സിജനിൽ വന്ന് ഇടിക്കണം, ഇടിച്ചാൽ പോരാ. ഓക്സിജൻ മോളിക്യൂൾ COയിലെ കാർബണിൽ വന്നിടിക്കണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഓറിയൻറ്റേഷൻ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 2 കാര്യങ്ങൾ വേണം. ഒരു മിനിമം എനർജിയും വേണം ആൻഡ് ഓൾസോ ഓറിയൻറ്റേഷൻ ഷുഡ് ബി സ്യൂട്ടബിൾ. നൗ വിൽ മൂവ് ഓൺ ടു ദ ബേസിക് അസംഷൻസ് ഓഫ് കൊളീഷൻ തിയറി. ഏതൊരു തിയറി പ്രപ്പോസ് ചെയ്യുമ്പോഴും ചില ബേസിക് പില്ലേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ചില അസംഷൻസ് ഇടും. അപ്പോൾ അതിലിവിടെ കൊടുത്തിരിക്കുന്ന അസംഷൻ ഇതാണ്. ഒന്നാമത്തെ അസംഷൻസ്, മോളിക്യൂൾസ് ആർ ട്രീറ്റഡ് ആസ് ഹാർഡ് സ്പിയേഴ്സ്. നമ്മുടെ ഷോർട്ട് പുട്ട് ഒക്കെ പോലെ ഹാർഡ് സ്പിയേഴ്സ് ആണ്. ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. അതായത് ഇൻറ്റേർണൽ ബോണ്ടുകളെയൊന്നും ഇവർ പരിഗണിച്ചിരുന്നില്ല. മോളിക്യൂൾസ് ആർ കൺസിഡർഡ് ആസ് ഹാർഡ് സ്പിയർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ദർ ആർ no attraction or repulsion between molecules. Then molecule possess only translational energy. ഇപ്പോൾ മോളിക്യൂളിന് പലതരത്തിലുള്ള എനർജി ഉണ്ടെന്ന് നമുക്കറിയാം. റൊട്ടേഷണൽ എനർജി ഉണ്ട്, വൈബ്രേഷണൽ എനർജി ഉണ്ട്, ഇലക്ട്രോണിക് എനർജി ഉണ്ട്, ട്രാൻസ്ലേഷണൽ എനർജി ഉണ്ട്.
ഇതിൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മോളിക്യൂൾ ആസ് സച്ച് മൂവ് ചെയ്യുന്നു. അപ്പം നമ്മൾ നടന്ന് കോളേജിൻ്റെ അവിടെ നിന്ന് പാലയിലേക്ക് പോകുന്നു. അപ്പം ആ നടക്കുന്ന മോഷനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മോഷൻ മാത്രമേ ഇവിടെയുള്ളൂ. നമുക്ക് റൊട്ടേഷനോ വൈബ്രേഷനോ ഒന്നും ഇല്ല എന്നാണ് കൊളീഷൻ തിയറി പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ കൈനറ്റിക് തിയറി ഓഫ് കൊളീഷൻസ്, കൈനറ്റിക് തിയറിയോട് സാമ്യം തോന്നുന്നുണ്ടാവും ഇല്ലേ? അപ്പോൾ കൊളീഷൻ തിയറി ബേസിക് ഐഡിയാസ് എല്ലാം എടുത്തിരിക്കുന്നത് കൈനറ്റിക് തിയറി ഓഫ് കൊളീഷൻസ് ഓർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിന്നാണ്. ദെൻ അതനുസരിച്ച് ഈ തിയറി അനുസരിച്ച് ഇനി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഐഡിയാസ് എല്ലാം നമ്മളൊന്ന് ക്രോഡീകരിക്കുന്നു. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻകൗണ്ടർ റേറ്റ്. എന്താണ് എൻകൗണ്ടർ? എത്ര കൊളീഷൻസ് യൂണിറ്റ് ടൈമിൽ യൂണിറ്റ് വോളിയത്തിൽ നടക്കുന്നു എന്നതിനെയാണ് എൻകൗണ്ടർ റേറ്റ് എന്ന് പറയുന്നത്. അതിനെ ആശ്രയിച്ചിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇത് കൂടാതെ മിനിമം എനർജി റിക്വയർമെൻറ്റ്, ദ ഫ്രാക്ഷൻ ഓഫ് കൊളീഷൻസ് വിച്ച് ഹാസ് ഗോട്ട് മിനിമം എനർജി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം 10 കൊളീഷൻസ് നടന്നു, അതിനകത്ത് 3 എണ്ണമേ മിനിമം എനർജി റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 3 മാത്രമേ നമുക്കിവിടെ എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി 7 എണ്ണം വേസ്റ്റ് ആയിപ്പോയി. ദെൻ ദ തേർഡ് വൺ ഈസ് സ്റ്റെറിക് ഓർ ഓറിയൻറ്റേഷൻ റിക്വയർമെൻറ്റ്. കൃത്യമായ ഓറിയൻറ്റേഷനിൽ എത്ര കൊളീഷൻ നടക്കുന്നു. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്തൊക്കെയാണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻകൗണ്ടർ റേറ്റ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് കൊളീഷൻസ് in unit time, in unit volume, the minimum energy requirement, and steric or orientation requirement. ഇനി ഇതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ 3 ഫാക്ടേഴ്സ് നമുക്ക് കാണണം. ഓരോന്നിനും സെപ്പറേറ്റ് എക്സ്പ്രഷൻസ് കൊടുക്കണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റേറ്റിനുള്ള എക്സ്പ്രഷൻ ആവും. അതിലാദ്യം നമ്മൾ എൻകൗണ്ടർ റേറ്റ് ഓർ കൊളീഷൻ ഫ്രീക്വൻസിക്ക് ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നു. The rate of reaction depends on the frequency which the molecule collide. എത്ര കൊളീഷൻ നടക്കുന്നു. And it is called collision frequency, that is number of collisions per unit time per unit volume. നമുക്ക് കണ്ടുപിടിക്കണം. For a gas containing only one type of molecules, the collision frequency can be derived by considering simple bimolecular reactions. നമുക്ക് ആദ്യം collision frequency എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഈ എക്സാമ്പിൾ നോക്കാം. ഓൺലി 1 ടൈപ്പ്, അതായത് എ എന്ന് പറഞ്ഞ മൊളിക്കുലർ ടൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എയും തമ്മിൽ കൊളീഷൻ നടക്കുന്നു. സോ ദിസ് ഈസ് ദ കേസ്. A1 എന്ന് പറഞ്ഞ മൊളിക്യൂള് A2ലേക്ക് വന്ന് കൊളൈഡ് ചെയ്തു. സോ ദിസ് ഈസ് ദ സിമ്പിൾ കൊളീഷൻ. ദെൻ വാട്ട് ഹാപ്പൻസ്? പ്രോഡക്ട്സ് വിൽ ബി ഫോംഡ്. ഇനി അവിടെ നമുക്ക് 2 കൺസെപ്റ്റുകൾ അറിയണം. അപ്പോൾ ഈ പറഞ്ഞ A1ഉം A2ഉം തമ്മിൽ കൊളീഷൻ നടന്നിരിക്കുന്നു. ഇനി അതിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പം അത് തമ്മിൽ മുട്ടിയിരിക്കുന്നു. അതിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ നമ്മളൊരു ലൈൻ വെച്ച് കണക്ട് ചെയ്യുന്നു. അതായത് രണ്ടിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ആ ലൈൻ്റെ ഡിസ്റ്റൻസിനെ നമ്മൾ DAA എന്ന് വിളിക്കും. അതിന് വേറൊരു പേരുണ്ട് കൊളീഷൻ ഡയമീറ്റർ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ 2 മോളിക്യൂൾസ് കൊളൈഡിങ്. അപ്പോൾ ഇവർ ഹാർഡ് സ്പിയർ ആയതുകൊണ്ട് അതിന് ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവുള്ളൂ. കാരണം ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്നുമില്ല, 2 ഷോർട്ട് പുട്ടുകൾ തമ്മിൽ മുട്ടുന്ന പോലെയേ ഉള്ളൂ. സോ അതുകൊണ്ട് ആ ഡിസ്റ്റൻസിന് ഒരു മാറ്റമില്ല. നമ്മൾ 2 ബലൂൺ പോലെ 2 ബലൂണുകൾ ഞെക്കി അതിൻ്റെ ഡിസ്റ്റൻസ് മാറ്റുന്ന പോലെ ഒരിക്കലും മാറാൻ പറ്റില്ല. ദീസ് ആർ ഹാർഡ് സ്പിയേഴ്സ്. അപ്പോൾ കൊളീഷൻ ഡയമീറ്റർ കൊളീഷൻ തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കൊളീഷൻ ഡയമീറ്റർ. ഇനി രണ്ടാമത് ആ സർക്കിൾ നോക്കുക. ആ സർക്കിളിൽ ഉള്ള ഏരിയയിൽ നമ്മൾ സിഗ്മ എന്ന് പറയും. അതായത് A2വിന് ചുറ്റുമുള്ള സർക്കിളിൽ ഉള്ള ടോട്ടൽ ഏരിയയെ നമ്മൾ സിഗ്മ എന്ന് വിളിക്കും. സിഗ്മയ്ക്ക് ഒരു പേരുണ്ട് കൊളീഷൻ ക്രോസ് സെക്ഷൻ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കണം. കൊളീഷൻ ക്രോസ് സെക്ഷൻ എന്താണെന്ന് കൂടി നോക്കണം. സോ കൊളീഷൻ ക്രോസ് സെക്ഷൻ ഈസ് ദ ഏരിയ വിത്തിൻ വിച്ച് ദ സെൻറ്റർ ഓഫ് എ പ്രൊജക്റ്റൈൽ മോളിക്യൂൾ A1 must come around the target molecule A2 for a collision to occur. എന്ന് വെച്ചാൽ എന്താണ്? A1 മൂവ് ചെയ്ത് വരുന്നു, A2ലേക്ക് വരുന്നു. അപ്പോൾ A1ൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നോക്കുക. അത് ആ സർക്കിളിൻ്റെ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഇപ്പോൾ A1 ഈ ഡയറക്ഷനിൽ വരുന്നതാണ് നമ്മൾ കണ്ടത്. സോ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ വരുന്നത് നമ്മൾ കണ്ടു. ഇനി വേറൊരു ഡയറക്ഷനിൽ നിന്നാണ്, ഇപ്പോൾ മേളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അപ്പോഴും A1ൻ്റെ സെൻറ്റർ ഈ സർക്കിളിൻ്റെ ഒരു സ്പോട്ടായിരിക്കും. ഇനി റൈറ്റ് സൈഡിലാണെന്നാണ് വരുന്നതെങ്കിലോ അപ്പോഴും A1ൻ്റെ സെൻറ്റർ ഇതിൻ്റെ അകത്തെ ഒരു സ്പോട്ടായിരിക്കും. അങ്ങനെയുള്ള സ്പോട്ടുകളെല്ലാം കമ്പൈൻ ചെയ്താണ് നമ്മൾ കൊളീഷൻ ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ കൊളീഷൻ ക്രോസ് സെക്ഷനിൽ എവിടെയെങ്കിലും A1ൻ്റെ സെൻറ്റർ വരുവാണെങ്കിൽ കൊളീഷൻ വിൽ ഒക്കർ. സോ ദാറ്റ് ഈസ് ദ
collision cross section, that is area within which the center of a projectile molecule A1 must come around the target molecule A2 for a collision to occur. അപ്പോൾ ഇവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, A1 മൂവ് ചെയ്യുകയും A2 ഫിക്സഡ് ആയി നിൽക്കുകയും ചെയ്യുന്നത്. ആക്ച്വൽ കൊളീഷൻസിൽ അങ്ങനെയല്ല പലപ്പോഴും സംഭവിക്കാറ്. Then collision diameter already നമ്മൾ കണ്ടു. Minimum distance between the centers of two molecules when they collide with each other. So now we'll move on to the collision density or collision number. എന്താണ് നമ്പറിൽ നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. Collision number or collision density is given by simple collision theory as ZAA equal to 1/2 root 2 pi d square u bar na square. It is derived based on kinetic theory. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ ഇവിടെ പഠിക്കുന്നില്ല. ഇത് കൈനറ്റിക് തിയറി, ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ കൈനറ്റിക് തിയറിയിൽ നിന്ന് നമ്മൾ ഡെറൈവ് ചെയ്ത സെയിം ഇക്വേഷനാണ് കൊളീഷൻ നമ്പർ ഓർ കൊളീഷൻ ഡെൻസിറ്റി എന്ന് IUPAC പുതുതായിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. സോ ഒരു പർട്ടിക്കുലർ മോളിക്യൂള് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര കൊളീഷൻ നടത്തുന്നതാണ് കൊളീഷൻ നമ്പർ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൊളീഷൻ ഡെൻസിറ്റി സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ZAA is equal to 1/2 root 2 pi d square u bar na square. So where Na is the number of molecules per unit volume, D is the collision number അല്ല, collision diameter ആണ്. This is collision diameter and u bar is the mean molecular speed given by kinetic molecular theory. And u bar അതാണ് mean molecular speed 8 kT/m all raised to half. നമ്മൾ ആവറേജ് വെലോസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അങ്ങനെ 3 ഇക്വേഷൻസ് കണ്ടുപിടിച്ച് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ u bar is equal to 8 kT/m all raised to half എന്നുള്ള ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിൽ ഗെറ്റ് ഇൻസെർഷൻ ഓഫ് the value of u bar in equation 1 will give ZA is equal to 2d square na square pi kT/m all raised to half. നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദിസ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് കൊളീഷൻ നമ്പർ ഓർ കൊളീഷൻ ഡെൻസിറ്റി. ZA is equal to 2d square na square pi kT/m all raised to half. സോ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പുകളും സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പുകളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ. ZA is equal to 2d square na square pi kT/m all raised to half. Then the corresponding expression for the ZAB for two unlike molecules A and B of mass Ma and Mb. അപ്പോൾ ഇതേപോലെ കൊളീഷൻ നമ്പർ അല്ലെങ്കിൽ കൊളീഷൻ ഡെൻസിറ്റിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ? A+A കൊളൈഡ് ചെയ്യുന്നതിന് പകരം A+B കൊളൈഡ് ചെയ്യുന്നു. സോ ഇൻ ദാറ്റ് കേസ് യു വിൽ ഗെറ്റ് ZAB is equal to NaNb d square. Na സ്ക്വയറിന് പകരം NaNb d square 8 kT/m എന്നുള്ള ഇക്വേഷൻ മാറ്റി 8 pi kT Ma plus Mb by Ma Mb all raised to half എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. വേർ ദിസ് വൺ Ma plus Mb by Ma Mb ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ കേട്ടിരിക്കുക. M1 M2 by M1 plus M2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് മാസ്. സോ ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് റെഡ്യൂസ്ഡ് മാസ്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നൗ ദ എക്സ്പ്രഷൻ ബിക്കംസ് ZAB is equal to NaNb d square into 8 pi kT/mu all raised to half. That is the first concept. Number of collisions നമുക്ക് എൻകൗണ്ടർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റേറ്റ് ഡെറൈവ് ചെയ്യുന്നതിലെ ആദ്യത്തെ പടി നമ്മൾ കടന്നു കഴിഞ്ഞു. എത്ര കൊളീഷൻസ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഈ ഇക്വേഷൻ ഉപയോഗിച്ച്. ഇനി അടുത്ത ആസ്പെക്റ്റിലേക്ക് പോകാം, എനർജി റിക്വയർമെൻറ്റ്. കൊളൈഡിങ് മോളിക്യൂൾസ് വിത്ത് എനർജീസ് എബോവ് എ മിനിമം വാല്യൂ വിൽ റിയാക്ട്. സോ വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. കൊളൈഡിങ് മോളിക്യൂൾസ് ഒരു മിനിമം എനർജി ഉണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻ നടക്കും അല്ലേ? ആക്ടിവേഷൻ എനർജിയുടെ സിമ്പിൾ ഗ്രാഫൊക്കെ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, എഫക്റ്റീവ് എനർജി ഈസ് നോട്ട് ദ ടോട്ടൽ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ദ മോളിക്യൂൾ. ഇപ്പോൾ ഒരു മോളിക്യൂൾ മൂവ് ചെയ്യുന്നു, അതിനൊരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉണ്ട്, അതല്ല എഫക്റ്റീവ് എനർജി എന്ന് പറയുന്നത്. സോ പിന്നെ എന്താണ്? കൈനറ്റിക് എനർജി കറസ്പോണ്ടിങ് ടു ദ കമ്പോണൻസ് ഓഫ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ടു മോളിക്യൂൾസ് along the line of their centers at the moment of collisions. പ്രശ്നത്തിലായല്ലേ? അപ്പോൾ കമ്പോണൻസ് ഓഫ് ദ റിലേറ്റീവ് വെലോസിറ്റി, ഈ സാധനമൊക്കെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? വെലോസിറ്റി കമ്പോണൻ്റ് എന്നുള്ള സാധനം മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ? സോ വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സ് നോക്കുക. ഇതിൽ ആദ്യത്തെ പിക്ചർ ആ
ബ്ലാക്ക് ആരോസ് നിങ്ങൾ നോക്കുക മേളിൽ. സോ ഈ മോളിക്യൂൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഈ മോളിക്യൂൾ ഈ ഡയറക്ഷനിലാണ്. നേരിട്ട് ഫേസ് ടു ഫേസ് കൊളീഷൻ അല്ല നടക്കുന്നു. പക്ഷേ ഇത് രണ്ടും ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് അപ്രോച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സോ ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് എത്തിക്കഴിയുമ്പോഴത്തേനും ദേ വിൽ കൊളൈറ്റ്. പക്ഷേ കൊളീഷൻ നടക്കുമ്പോൾ ഫേസ് ടു ഫേസ് കൊളീഷൻ അല്ല, ഒരു സൈഡ് മാത്രമേ വന്ന് ഇടിക്കുന്നുള്ളൂ. നമ്മൾ നടന്നു പോകുമ്പോൾ പതിയെ ഒരു കൈ കൊണ്ട് തട്ടുന്ന പോലെയുള്ള കേസേ ഉള്ളൂ. നേരിട്ട് വന്നിരിക്കുന്ന പോലെയല്ല, യാദൃശ്ചികമായി നമ്മൾ തട്ടുമ്പം ഉണ്ടാകുന്ന. അപ്പം യാദൃശ്ചികമായി തട്ടിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് എനർജിയേ വരുന്നുള്ളൂ. കുറച്ചും കൂടെ നമ്മൾ മനഃപൂർവ്വം തട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എനർജി വരും. ആ സമയം താഴത്തെ കേസ് നോക്കുക, ഹൈ കൈനറ്റിക് എനർജി അപ്രോച്ചാണ്. സോ ഒരെണ്ണം നേരെ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, രണ്ടാമത്തേത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. സോ അപ്പം നമുക്ക് നേരത്തെ രണ്ടും ഈ ഡയറക്ഷനുകളായി നീങ്ങുന്നത്, പക്ഷേ ഇപ്പോൾ ഒരെണ്ണം നേരെ അടുത്ത മോളിക്യൂളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി ശക്തിക്ക് വന്ന് ഈ പറയുന്ന മോളിക്യൂൾസ് ഇടിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ എത്രമാത്രം എഫക്റ്റീവ് വെലോസിറ്റി അവിടെ കിട്ടുന്നു, എഫക്റ്റീവ് കൈനറ്റിക് എനർജി കിട്ടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉപയോഗിക്കാം. നമ്മൾ ക്യാരംസ് കളിക്കുന്ന സമയത്ത്, ക്യാരംസ് എല്ലാവരും കളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത് നോക്കാം, നമുക്ക് ഈ ഹോളിൻ്റെ വളരെ അടുത്ത് ഇരിക്കുന്ന ഒരു കോയിനെ അതിനകത്ത് ഇടണമെങ്കിൽ നേരിട്ട് ഫുൾ എനർജി കിട്ടുന്നത് പോലെ നേരിട്ട് ആ കോയിനിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിച്ച് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രൈക്കറുടെ ഒരു സൈഡ് മാത്രം ഈ കോയിനിൽ ഇടിക്കുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ ഫുൾ എനർജി അതിലേക്ക് വരത്തില്ല, ഒരു കമ്പോണൻറ്റ് മാത്രം, ഒരു വെലോസിറ്റി കമ്പോണൻ്റ് അല്ല എനർജി കമ്പോണൻറ്റ് മാത്രമേ നമ്മുടെ കോയിനിലേക്ക് വരുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അത് സ്ലോ ആയിട്ട് അത് ഹോളിലേക്ക് വീഴുകയും ചെയ്യും. സോ ഇതിനാണ് നമ്മൾ വെലോസിറ്റി കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന എഫക്റ്റീവ് വെലോസിറ്റി കമ്പോണൻറ്റ് നമുക്ക് മിനിമം എനർജി റിക്വയർമെൻറ്റിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള അളവിലുള്ളതായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് നോക്കുക, രണ്ട് ഫേസ് ടു ഫേസ് ഇടിയല്ല. സോ രണ്ട് ഡയറക്ഷനിൽ ചെറിയ വ്യത്യാസത്തിലാണ് മൂവ് ചെയ്യുന്നത്, ഇടിച്ചു കഴിയുന്നു. സോ അപ്പോൾ കിട്ടുന്ന എഫക്റ്റീവ് എനർജി. ഇപ്പം റൈറ്റ് സൈഡിലെ പിക്ചർ നോക്കാം, ഇത് ഈ ഡയറക്ഷനിലാണ് നമ്മുടെ എ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിയിലേക്ക് വന്ന് ഇടിക്കുന്നു. ബിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന വഴിക്ക് പതിയെ ഇടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി മാത്രമേ അവിടേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ കൈനറ്റിക് എനർജി മിനിമം എനർജി ഓവർകം ചെയ്താൽ മാത്രമേ കൊളീഷൻസ് നടക്കുള്ളൂ. ദാറ്റ് ഇസ് ദ സെക്കൻഡ് criteria. So now we'll derive an expression for the energy requirement. The fraction of collisions with the relative kinetic energy of the colliding molecules lying between E and E plus D is given by the expression. E എന്ന് പറഞ്ഞാൽ മിനിമം എനർജിയാണ്, അത്ര E ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. മിനിമം എനർജിയും ദെൻ അതിൻ്റെ മേളിലുള്ള E പ്ലസ് ഡി എന്ന് പറഞ്ഞ വാല്യൂവും തമ്മിൽ തൊട്ട് മേളിലുള്ള മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ റിയാക്ഷൻ നടക്കും, അതിന് തൊട്ട് മേളിലുള്ള വാല്യൂ ആണ് E പ്ലസ് ഡി. അത്തരത്തിലുള്ള കണ്ടീഷനിലുള്ള എത്ര ഫ്രാക്ഷൻ കൊളീഷൻസ് ഉണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എഫ് ഓഫ് ഇ ഡി ഈസ് ഈക്വൽ ടു 1/RT e റേസ് ടു മൈനസ് E/RT ഡി. ഇനി നമുക്കത് പോരാ, മിനിമം എനർജിക്ക് തൊട്ട് മേളിലല്ല, ചിലപ്പം അതിലൊക്കെ വളരെ കൂടിയ എനർജിയുള്ള കൊളീഷൻസ് ഉണ്ടാവും. ഇൻ എഫക്റ്റ് തിയറിയിൽ നമുക്ക് ഇൻഫിനിറ്റ് എനർജിയുള്ള കൊളീഷൻസ് വരെ ഉണ്ടാവാം. അപ്പം നമ്മളത് മൊത്തം ഈ മിനിമത്തിന് മേളിലുള്ള എനർജിയുള്ള നമ്പർ ഓഫ് കൊളീഷൻസ്, മൊത്തം കൊളീഷൻസിനെ നമുക്ക് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദ എക്സ്പ്രഷൻ വിതിൻ ദ ലിമിറ്റ് ഈ മിനിമം, അതായത് മിനിമം എനർജി ഉണ്ടെങ്കിലേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ദെൻ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, ഈ മിനിമം ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇ ഡി. ഇനി എഫ് ഓഫ് ഇ ഡി നമുക്ക് എക്സ്പ്രഷൻ ഉണ്ട് 1/RT e റേസ് ടു മൈനസ് E/RT ഡി. ഇനി 1/RT നമ്മൾ പുറത്തെടുക്കുന്നു, ദെൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ വിൽ ഗെറ്റ് E റേസ് ടു മൈനസ് E/RT ബൈ മൈനസ് 1/RT. ലിമിറ്റ് കൊടുക്കുന്നു ഈ മിനിമം ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ്. സോ വിൽ ഗെറ്റ് മൈനസ് ഓഫ് E റേസ് ടു മൈനസ് E/RT, ഈ മിനിമം ഇൻഫിനിറ്റി കൊടുക്കുന്നു. 1/RT ക്യാൻസൽ ചെയ്ത് പോയതാണ്. ദെൻ അഗെയിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. E റേസ് ടു ഇൻഫിനിറ്റിയുടെ ഐഡിയ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ വിൽ ഗെറ്റ് എഫ് ഇസ് ഈക്വൽ ടു E റേസ് ടു മൈനസ് E മിനിമം ബൈ RT. അപ്പോൾ ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്
which are colliding, അല്ലെങ്കിൽ fraction of collisions which are having minimum energy is equal to e raised to minus e minimum by RT. ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. Then, thus for a reaction the rate can be expressed as rate is equal to NANB d square 8 pi kt by mu all raised to half. അത് എവിടുന്ന് കിട്ടി? എൻകൗണ്ടർ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു, നമ്പർ ഓഫ് കൊളീഷൻസ് വെച്ച് ആ ഇക്വേഷൻ അവിടെ കൊടുക്കുന്നു, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ മിനിമം ബൈ ആർ ടി. അപ്പോൾ ഇങ്ങനെ രണ്ട് ടേംസ് നമ്മൾ ഒന്നിച്ച് ചേർത്തു. നൗ റേറ്റ് ബിക്കംസ് NANB d square 8 pi kt by mu all raised to half e raised to minus e minimum by RT. This equation is of the form rate is equal to rate constant into NA into NB. അല്ലേ, rate is equal to K into A into B. എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്താൽ K into A into B എന്ന ഫോമിലാണ്. ദാറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു NA into NB. അപ്പോൾ നമുക്ക് റേറ്റ് കോൺസ്റ്റൻ്റ് ഒരു ഇക്വേഷൻ എഴുതാം. K is equal to d square 8 pi kt by mu all raised to half e raised to minus e minimum by RT. Then it is expressed in molecular units. അതായത് ഒരു മോളിക്യൂൾ A ഒരു മോളിക്യൂൾ എയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെ ഒരു മോളിക്യൂൾ എ ഒരു മോളിക്യൂൾ ബിയുമായിട്ട്, രണ്ട് മോളിക്യൂൾ തമ്മിൽ കൊളീഷൻ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. പക്ഷേ രണ്ട് മോളിക്യൂൾസ് അല്ല അവിടെ റിയാക്ട് ചെയ്യുന്നത്. ദർ ആർ മെനി നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ ഇറ്റ് ഷുഡ് ബി പുട്ട് ഇൻ ടു മോളാർ യൂണിറ്റ്സ്. അല്ല, എങ്ങനെ നമുക്ക് മോളാർ യൂണിറ്റിലേക്ക് മാറ്റാം? ബൈ മൾട്ടിപ്ലൈങ് ഇറ്റ് വിത്ത് അവഗാഡ്രോ നമ്പർ L. So the expression become K is equal to L d square 8 pi kt by mu all raised to half e raised to minus e minimum by RT. Then the pre-exponential factor in this equation is known as collision frequency factor. ഇപ്പോഴാണ് അത് ഫ്രീക്വൻസിയിലേക്ക് വരുന്നത്, അതായത് അവഗാഡ്രോ നമ്പർ കൂടി എടുത്ത് മോളാർ ടേംസിലേക്ക് വരുന്നു, അല്ലേ, നമ്പർ ഓഫ് കൊളീഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസിൽ എടുക്കുമ്പോഴാണ് നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതേസമയം കൊളീഷൻ നമ്പറിലും കൊളീഷൻ ഡെൻസിറ്റിയിലും ഒക്കെ നമ്മൾ ഒരു മോളിക്യൂൾ എത്ര കൊളീഷന് വിധേയമാകുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു യൂണിറ്റ് ടൈമിൽ യൂണിറ്റ് വോളിയത്തിൽ എത്ര കൊളീഷൻസ് നടക്കുന്നു എന്നാണ് കൊളീഷൻ ഫ്രീക്വൻസി ഫാക്ടർ പറയുന്നത്. അപ്പോൾ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? L d square 8 pi kt by mu all raised to half. എക്സ്പോണൻഷ്യലിന് തൊട്ട് മുമ്പുള്ള ആളെയാണ് നമ്മൾ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ആരാണ്? L d square 8 pi kt by mu all raised to half. ഇനി അവിടെ കൊണ്ട് തീരുന്നില്ല, നമുക്കൊരു ഓറിയൻറ്റേഷൻ ഫാക്ടർ കൂടി ഉണ്ടെന്ന് പറയുന്നു, അല്ലേ? അതിന് വേറൊരു പേര് കൂടിയുണ്ട്, സ്റ്റെറിക് റിക്വയർമെൻറ്റ്. വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റഡ് യൂസിങ് സിമ്പിൾ ഹാർട്ട്സ്പിയർ കൊളീഷൻ തിയറി എന്ന് വെച്ചാൽ ഇതുവരെയുള്ള ഈ രണ്ട് ആസ്പെക്ട്സ്, എൻകൗണ്ടർ റേറ്റും മിനിമം എനർജി റിക്വയർമെൻറ്റും, ഈ രണ്ടും കൂടെ കൂട്ടിച്ചേർത്താണ് സിമ്പിൾ കൊളീഷൻ തിയറി എന്ന് പറയുന്നത്. സോ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റഡ് യൂസിങ് സിമ്പിൾ ഹാർട്ട്സ്പിയർ കൊളീഷൻ തിയറി ഈസ് നോട്ട് ആക്യുറേറ്റ് ഇൻ മെനി കേസസ്. സോ പലപ്പോഴും കിട്ടുന്ന വാല്യൂ നമുക്ക് തെറ്റായിരിക്കും. The observed pre-exponential factors are often lowered by several powers of 10 than calculated. Powers of 10 എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ 10ൽ 1 കാണത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 100ൽ 1 കാണത്തുള്ളൂ. ഇപ്പം 10 കിട്ടേണ്ടടുത്ത് 9.8 കിട്ടിയെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ 1000 കിട്ടേണ്ടടുത്ത് 10 കിട്ടുന്നത്, അല്ലെങ്കിൽ 10 കിട്ടേണ്ടടുത്ത് 1000 കിട്ടുന്നത്. Now it is a problem. In order to account for this, a new term is introduced into the pre-exponential factor. That term is known as steric factor P. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് steric factor. സോ നമ്മൾ നേരത്തെ ഇക്വേഷൻ്റെ കൂടെ ഒരു വാല്യൂ കൂടി നമ്മൾ ചേർക്കുന്നു, P. It represents the fraction of the total number of collisions that are effective from the orientation point of view. The value varies from unity to 10 raised to minus 8. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പോൾ അതായത് സ്റ്റെറിക് ഫാക്ടറിന് വലിയ റോളൊന്നുമില്ല, എന്തായാലും റിയാക്ഷൻ നടക്കും. കൊളീഷൻ തിയറി പ്രഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ തന്നെയായിരിക്കും, സിമ്പിൾ കൊളീഷൻ തിയറി പ്രഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ തന്നെയായിരിക്കും ഒറിജിനൽ റേറ്റ്. പക്ഷേ 10 raised to minus 8 എന്ന് പറഞ്ഞാലോ വലിയ ചേഞ്ചസിനെ വരെ ഇപ്പോൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. By incorporating steric factor, we can write the rate constant as K is equal to PL d square 8 pi kt by mu all raised to half e raised to minus e by RT. Or we can write K is equal to PZ e raised to minus e by RT. The L d square 8 pi kt by mu all raised to half നെ നമ്മൾ Z എന്ന് എഴുതി. അതെന്തായിരുന്നു? കൊളീഷൻ ഫ്രീക്വൻസി ഫാക്ടർ. ഇത്രയുമാണ് നമ്മുടെ കൊളീഷൻ തിയറി. അതനുസരിച്ചുള്ള റേറ്റ് എക്സ്പ്രഷനും K is equal to PL d square, റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, PL d square 8 pi kt by mu all raised to half e raised to minus e by RT. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്? കൊളീഷൻ തിയറിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, ദ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടേഴ്സ് ആർ ഓഫൺ ലോവർ ദാൻ ദ വാല്യൂ കാൽക്കുലേറ്റഡ് ബൈ സിമ്പിൾ കൊളീഷൻ തിയറി. നമ്മൾ നേരത്തെ കണ്ടു, ഓഫൺ ലോവർ ബൈ പവേഴ്സ് ഓഫ് 10, 10 100 ആക്ച്വൽ വാല്യൂ ഉള്ളപ്പോഴാണ് നമുക്ക് 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ഒക്കെ കിട്ടുന്നത്. ദാറ്റ് ക്യാൻ ബി ഓവർകം ബൈ ഇൻട്രൊഡ്യൂസിങ് ദ സ്റ്റെറിക് ഓർ ഓറിയൻറ്റേഷൻ ഫാക്ടർ. അപ്പോൾ ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചു. ദെൻ രണ്ടാമത്തെ പ്രശ്നം ഇതാണ്, അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഈ റിയാക്ഷൻ എയും എയും തമ്മിൽ ഇടിച്ചു, പ്രോഡക്റ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു, അവിടെ കൊണ്ട് തീരുവല്ല, റിയാക്ഷൻ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ഇക്വിലിബ്രിയം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇല്ലെങ്കിൽ ഓർത്തുക. റിയാക്ഷൻ നടക്കാത്ത കണ്ടീഷൻസ് അല്ല ഇക്വിലിബ്രിയം, അത് ഓർത്തോളുക. റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബട്ട് എഫക്റ്റീവ് ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നേ ഉള്ളൂ. അറ്റ് ഇക്വിലിബ്രിയം ദ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻ ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻ. ഫോർവേഡ് റിയാക്ഷനും റിവേഴ്സ് റിയാക്ഷനും ഉണ്ട്. രണ്ടിനും നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, K1 എന്നും K-1 എന്നും. അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ ടേം ലൈക്ക് ദിസ്: K1 is equal to PZ1 e raised to minus E by RT, K-1 is equal to PZ1 e raised to minus E by RT. സോ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, this expression however lacks the entropy term. There is no entropy term in this equation. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ നേരിട്ടോ അല്ലാതെയോ അതിനകത്തൊരു എൻട്രോപ്പി ടേം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാൽക്കുലേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയൊരു എൻട്രോപ്പി ടേം കാൽക്കുലേഷൻ ഇല്ല. So that is the second limitation. Then the third one, the assumption that reactant molecules are hard spheres are too crude. ഇല്ലേ, രണ്ട് ഷോർട്ട് പുട്ടുകൾ വന്ന് ഇടിക്കുന്നത് പോലെയാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നാണ് തിയറി പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചോ ഇൻറ്റേർണൽ ബോണ്ടുകളെക്കുറിച്ചോ ഒന്നും അതിൻ്റെ അകത്ത് ഒരു പരാമർശവും ഇല്ല. സോ ദാറ്റ് ഈസ് വെരി ക്രൂഡ്. ദെൻ there are a few reactions for which the rate is considerably greater than the theoretical value. നമ്മൾ തിയററ്റിക്കൽ വാല്യൂവിനേക്കാൾ കുറവായിരുന്നു കഴിഞ്ഞാൽ സ്റ്റെറിക് ഫാക്ടർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് മാക്സിമം 1 വരുള്ളൂ. 1 to 10⁻⁻8 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. സോ അപ്പം റേറ്റ് കുറഞ്ഞിരുന്നാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ചില കേസിൽ, പർട്ടിക്കുലർ ഇൻ ദ കേസ് ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻസ്, അതെന്താണെന്ന് നമുക്ക് കാണാനായിട്ടുണ്ട്. അത്തരം കേസുകളിൽ റേറ്റ് ഈസ് ഹയർ. സോ ദാറ്റ് cannot be explained by steric factor. Then next limitation, the theory fails in the case of solutions. സൊല്യൂഷൻ ഫേസിൽ നടക്കുന്ന റിയാക്ഷൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ തിയറിക്ക് പറ്റിയില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, റോൾ ഓഫ് സോൾവെൻസ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഇപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് കൊല്യൂഷൻസ് ഹാപ്പനിങ് ഇൻ സൊല്യൂഷൻസ്, ദ തിയറി ഫെയിൽസ് കംപ്ലീറ്റ്ലി. ഈ സെൻസിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് വെച്ചാണ് കൊളീഷൻ തിയറി പൂർണ്ണമായിട്ട് ഫെയിൽ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് കൊളീഷൻ തിയറിക്ക്, അതനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, ദ എഫക്റ്റ് ഓഫ് rotational and vibrational motions are ignored. മോളിക്യൂൾസ് ട്രാൻസ്ലേഷൻ മോഷൻ മാത്രം തരുവോളെന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ദെൻ the internuclear distance at which reactions occur are different from the collision diameter predicted by collision theory in many cases. പലപ്പോഴും കൊളീഷൻ തിയറി ഒരു കൊളീഷൻ ഡയമീറ്റർ പ്രെഡിക്റ്റ് ചെയ്തു, അതായത് മിനിമം ഡിസ്റ്റൻസ് ആണ്, അതിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കണം. പക്ഷേ റിയാക്ഷൻ നടക്കുന്ന ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് പലപ്പോഴും വ്യത്യാസമായിരിക്കും. സോൾവേഷൻ പോലെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ദെൻ ദർ ഈസ് നോ വേ ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ സ്റ്റെറിക് ഫാക്ടർ സയൻറ്റിഫിക്കലി. Only an approximate value is given by our collision theory. അപ്പം 10 കൊണ്ടോ 100 കൊണ്ടോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ വാല്യൂ കിട്ടും. അപ്പം നമുക്ക് കിട്ടേണ്ടത് 1000 ആയിരുന്നു, നമുക്ക് കിട്ടിയത് 10,000 ആണ്. അപ്പോൾ കൊളീഷൻ തിയറി എന്താ പറഞ്ഞത്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടിക്കോളും.
ഇങ്ങനെയാണ് എക്സ്പ്ലനേഷൻ കൊടുത്തത്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കൊളിഷൻ തിയറി. സോ ഇനി നമുക്ക് ചെറിയ വർക്കുണ്ട്. ഈ ടേംസ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യണം. കൊളീഷൻ നമ്പർ ഓർ കൊളീഷൻ ഡെൻസിറ്റി, രണ്ടാമത്തേത് കൊളീഷൻ ഫ്രീക്വൻസി, മൂന്നാമത്തേത് സ്റ്റെറിക് ഫാക്ടർ. ഓൾസോ ഒരു അസൈൻമെൻ്റ് ഉണ്ട്. പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് കൊളീഷൻ തിയറി ഇൻക്ലൂഡിങ് ദ ഡെറിവേഷൻ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. പ്ലസ് നമ്മൾ EPG പാഠശാലയിൽ നിങ്ങൾ കൊളിഷൻ തിയറിയുടെ നോട്ട്സ് ഉണ്ട്, അത് നോക്കുക. പ്ലസ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ നോക്കിക്കൊണ്ട് ഒരു എസ്സേ പോലെ പ്രിപ്പയർ ചെയ്തെടുക്കുക.